ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റുഡൻസിനുള്ള KSRTC കൺസെഷൻ കാർഡിനായിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷനും വെബ്സൈറ്റും KSRTC ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ കൺസെഷനുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം KSRTC കൺസെഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. KSRTC കൺസെഷൻ ആപ്ലിക്കേഷൻ്റെ ലോഗോയും ഇതാണ് വരുന്നത്. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. KSRTC സ്റ്റുഡൻറ്റ് പാസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം കയറുന്നവരാണ് എന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. സ്കൂൾ സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങൾ സ്കൂൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂൾ സ്റ്റുഡൻസ് കൺസെഷൻ കാർഡിനായിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി കോളേജ് സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ കോളേജ് എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ എന്നുള്ളതിലും കോളേജ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്ത് കൊടുക്കണം. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 വരെയാണ് സ്കൂൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അതിന് മുകളിലോട്ടുള്ളത് കോളേജ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ, ID കാർഡ് പ്രൂഫ്, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ, ആധാർ നമ്പറൊക്കെ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. അതെല്ലാം നിങ്ങൾ കൊടുക്കുക. അഡ്രസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കണം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസുകൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രൂഫുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് സ്റ്റുഡൻറ്റ് ഫോട്ടോ ചോദിക്കുന്നുണ്ട്, ID കാർഡ് ഫോട്ടോ ചോദിക്കുന്നുണ്ട്, സ്റ്റുഡൻറ്റ് നെയിം ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഏജ് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഗാർഡിയൻ്റെ നെയിമും മൊബൈൽ നമ്പർ, ഇമെയിൽ ID, യൂസർ നെയിമായിട്ട് നിങ്ങളൊരു നെയിം കൊടുക്കണം. അതായിരിക്കും പിന്നീട് നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലോട്ട് ലോഗിൻ ചെയ്ത് സ്റ്റാറ്റസൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന യൂസർ നെയിം നിങ്ങൾ ഓർത്തും വച്ചിരിക്കണം. അതിനുശേഷം ആ യൂസർ നെയിമിന് ഒരു പാസ്വേഡ് കൊടുക്കണം. അതിനുശേഷം അതേ പാസ്വേഡ് തന്നെ വീണ്ടും കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം, പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കണം, പോസ്റ്റൽ നെയിം, പോസ്റ്റ് ഓഫീസ് എൻ്റർ ചെയ്ത് കൊടുക്കണം, പോസ്റ്റ് ഓഫീസിൻ്റെ പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആധാർ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം അതിൻ്റെ താഴെ കാണുന്ന ആധാർ ഇമേജ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ആധാർ കാർഡിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സ്കൂൾ ഡീറ്റെയിൽസ് ആണ് പിന്നീട് വരുന്നത്. നിങ്ങൾ ഏത് ബോർഡാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. CBSE, ICSE, സ്റ്റേറ്റ് എന്നിങ്ങനെ ബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ ഏത് ബോർഡാണോ പഠിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഡിവിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റുഡൻറ്റ് റോൾ നമ്പർ എന്ന് പറയുന്നത് ID കാർഡിലുള്ള നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. രജിസ്ട്രേഷൻ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് കിട്ടുന്ന റോൾ നമ്പർ എൻ്റർ ചെയ്താലും മതി. അതിനുശേഷം റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ആദ്യം തന്നെ റേഷൻ കാർഡ് ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. APL ആണോ, BPL ആണോ, AAY ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം റേഷൻ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ശേഷം വരുന്നത് ട്രാവൽ ഡീറ്റെയിൽസ് ആണ്. ട്രാവൽ ഫ്രം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ എവിടെ നിന്നാണ് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ആ സ്ഥലം എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ട്രാവൽ ടു എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ബസ്സുകൾ KSRTC യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സൈഡിൽ കാണുന്ന ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ റൂട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പറവൂർ ടു ആലുവ ഒരു ബസ് വന്നതിന് ശേഷം ആലുവയിൽ നിന്ന് പെരുമ്പാവൂരിലോട്ട് വേറൊരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ട്രാവൽ ഫ്രം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പറവൂർ എന്ന് കൊടുക്കുക. ട്രാവൽ ടു എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ആലുവ കൊടുക്കുക. അതിന് ശേഷം വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഒറ്റ കാർഡിൽ തന്നെ നിങ്ങളുടെ 2 ബസ് യാത്രേൻ്റെയും ബസ് റൂട്ടിൻ്റെയും കൺസെഷൻ ലഭിക്കാനായിട്ട് രണ്ടാമത്തെ ഓപ്ഷനിലായിട്ട് ഫ്രം എന്നുള്ളത് ഭാഗത്തായിട്ട് ആലുവ, അതിനുശേഷം ടു എന്നുള്ള ഭാഗത്തായിട്ട് പെരുമ്പാവൂർ എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഓപ്ഷനുകൾ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഡ്യൂറേഷൻ ഓഫ് പാസ് എന്നുള്ളത് 1 മന്ത് പാസും വരുന്നുണ്ട്, 3 മന്ത് പാസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് മന്തിനനുസരിച്ച് ഇതിൻ്റെ റേറ്റിലും വ്യത്യാസം വരുന്നതായിരിക്കും. ശേഷം റീമാർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഓപ്ഷനലാണ്, എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി.
പിന്നെ വരുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഹൈസ്കൂളാണോ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണോ നിങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. 10ാം ക്ലാസ് വരെയുള്ളവർ ഹൈസ്കൂൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. 10ാം ക്ലാസ്സിന് മുകളിലുള്ള +2 വരെയുള്ളവരാണ് ഹയർ സെക്കൻഡറി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് വരുന്നത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് പാൻ കാർഡ് ഓർ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ആ പാരൻറ്റിൻ്റെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കോളേജ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് 500 KB താഴെയുള്ള ഫയലായിരിക്കണം, PDF അല്ലെങ്കിൽ ഇമേജ് ഫോർമാറ്റിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഫോം ഓൺലൈനായിട്ട് ലഭിക്കുന്നതാണ്. ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം പ്രിൻ്റ് എടുത്ത് അതിൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ്, പറഞ്ഞു തരുന്നതാണ്. അതുകൂടി നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കണം അത് ഫോട്ടോ എടുത്ത് ഒന്നെങ്കിൽ ഇമേജ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ 500 KB താഴെയുള്ള ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നീട് വരുന്നതാണ് ഡോക്യുമെൻറ്റ് 1 and 2 എന്ന് പറയുന്ന 2 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതായത് നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രൂഫോ അല്ലെങ്കിൽ ഇനി കോളേജിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കോഴ്സ് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ കോളം ഉണ്ട്, 2 കോളമാണ് അതിൽ കാണിക്കുന്നത്. അത് രണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന പാൻ കാർഡ് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പാൻ കാർഡ് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷനിലോട്ട് നിങ്ങൾക്ക് കയറി വരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂസർ ID യും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. ആക്ഷൻ എന്താണ് എന്നുള്ളതും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് റെഡിയാവുന്ന സമയത്ത് അങ്ങനെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ള വെരിഫിക്കേഷനും KSRTCയുടെ ഡിപ്പോ ലെവലിലുള്ള വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അടയ്ക്കേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സത്യവാങ്മൂലം ലഭിക്കുന്നതാണ്. ഇതിൽ എൻ്റെ മാതാപിതാക്കൾ ആരും തന്നെ 2023-24 സാമ്പത്തിക വർഷത്തിലെ കൺസെഷൻ ആവശ്യമായ വർഷത്തിലെ തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷമായിരിക്കണം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇൻകം ടാക്സ്, ഇൻപുട്ട് ടാക്സ്, ക്രെഡിറ്റ്, GST എന്നിവ അടച്ചിട്ടില്ല എന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. ശേഷം വിദ്യാർത്ഥിയുടെ പേരും ഒപ്പും അവിടെ കൊടുക്കണം. അതിനുശേഷം സ്ഥലം, തീയതി എന്നിവ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് സത്യവാങ്മൂലമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ലിസ്റ്റിലുണ്ട് എന്നുണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ. അപ്പോൾ KSRTCയുടെ പുതിയ ആപ്ലിക്കേഷനും വെബ്സൈറ്റുമാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെ സ്ഥാപനം, നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് ഈ ഓൺലൈൻ ത്രൂ ആയിട്ട് KSRTCയുടെ സ്റ്റുഡൻസ് കൺസെഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്.